ഹായ് ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഹൗ ടു വേക്കപ്പ് ഏർലി ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. നോർമലി എൻ്റെ വീഡിയോസിലെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെ ഞാൻ പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ എനിക്ക് നേരിട്ട് അറിയാവുന്ന ആൾക്കാരുടെ അനുഭവങ്ങൾ, ഞാൻ വായിച്ചറിഞ്ഞതിലൂടെയുള്ള അനുഭവങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പം അത് റിലേറ്റഡ് തന്നെയാണ് ഇന്നത്തെ വീഡിയോയും. ഹൗ ടു വേക്കപ്പ് ഏർലി എന്നുള്ള ഒരു ഇത്. നോർമലി നമ്മളെല്ലാവരിലും പല ടൈപ്പ് ഓഫ് ആൾക്കാരാണല്ലേ. അപ്പോൾ ഈ പല ടൈപ്പ് ഓഫ് ആൾക്കാരെന്ന് പറയുമ്പം ലേറ്റ് ആയിട്ട് കിടക്കുന്നവർ, നേരത്തെ എഴുന്നേൽക്കുന്നവർ, അങ്ങനെ അങ്ങനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ലേറ്റായിട്ട് കിടക്കുന്നൊരു വ്യക്തിയായിരുന്നു. പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് രാവിലെ എഴുന്നേറ്റ് പഠിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോലും ലേറ്റായിട്ട് കിടക്കുക എന്നുള്ളത് ആയിരുന്നു ഒരു മെയിനായിട്ടുള്ള കാര്യമാണ്. ഈവൻ ഇപ്പം ജോലിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണെങ്കിൽ പോലും ഞാൻ ഭയങ്കരമായിട്ട് ലേറ്റ്, നേരത്തെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തെക്കാട്ടിലും ലേറ്റായിട്ടാണ് കിടക്കുന്നതൊക്കെ. അപ്പം നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ നിന്നവർക്കാണെങ്കിൽ നല്ല രീതിക്ക് അറിയാം. ഹോസ്റ്റൽ ലൈഫിൽ എല്ലാവരും പല സമയത്താണ് കിടക്കുക, ഉറക്ക ബഹളമൊക്കെ വരുന്നത്. പിന്നെ ഈവൻ ഫ്രണ്ട്സും കൂടെ ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും കിടക്കാനൊക്കെ നല്ല ലേറ്റാണ്. അപ്പം എനിക്കും അതേ സിറ്റുവേഷൻ തന്നെയായിരുന്നു. ഞാൻ വീട്ടിലായിരുന്ന സമയത്ത് ഒരു 10-10:30 കിടന്നുകൊണ്ടിരുന്ന ഞാൻ ഹോസ്റ്റൽ ലൈഫിലേക്ക് വന്ന് അവിടെ എല്ലാവരുമായി സംസാരിച്ച് ഇരുന്ന് അങ്ങനെ ടൈമിംഗ് എന്ന് പറയുന്ന ഒരു 11 ആയി, 11:30 ആയി, 12 ആയി, 1:30 കിടന്ന സമയങ്ങളുണ്ട്. അപ്പം ആ ഒരു സ്കെഡ്യൂൾ തന്നെയായിരുന്നു കുറേ കാലങ്ങളായിട്ട്. എന്നിട്ട് ഇന്നും രാവിലെ ഓഫീസിൽ വരുമ്പോഴത്തേനും ഒന്നൊരു ഫുൾ റഷ് ആയിരിക്കും. പിന്നെ നമുക്ക് പ്രോപ്പറായിട്ട് സ്ലീപ്പ് കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ട്, ചെയ്യുന്ന കാര്യങ്ങളൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ വന്നപ്പോഴത്തേനുമാണ് ഞാൻ ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനൊരു 7 സ്റ്റെപ്പ് റുട്ടീനായിട്ടാണ് ഈ ഒരു മോർണിംഗ് പേഴ്സൺ ആവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സ്റ്റെപ്പ്. ഇതും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഞാനിപ്പോൾ ഒരു മോർണിംഗ് പേഴ്സൺ, നൈറ്റ് പേഴ്സൺ ആയിരുന്ന ഞാൻ എങ്ങനെ മോർണിംഗ് പേഴ്സൺ ആയി, അങ്ങനെ ചേഞ്ച് ചെയ്തു, അല്ലെ ഞാൻ എന്തൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടാണ് ആ ഒരു ചേഞ്ചിലേക്ക് എത്തിയത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം ദ 7 സ്റ്റെപ്പ് റുട്ടീൻ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേതായിട്ട് പറയുന്നത് സ്ലീപ്പ് അറ്റ് ദ സെയിം ടൈം എവ്രി ഡേ. നമ്മൾ കിടക്കാൻ നേരം അതൊരു പ്രോപ്പർ ഒരു ടൈമിംഗ് സെറ്റ് ചെയ്യാം. പ്രോപ്പർ ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പം 10:30 കിടക്കുന്ന ഒരാളാണെങ്കിൽ പ്രോപ്പർ എല്ലാ ദിവസവും 10:30 തന്നെ കിടക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളിപ്പം എണീക്കുന്ന ഒരു സമയം 8 hours സ്ലീപ്പ് മാക്സിമം എടുക്കാൻ നോക്കുക. പക്ഷേ ഇനി എണീക്കുന്ന സമയത്ത് ഈ വീക്കെൻഡ്സ് ഒക്കെ ഉണ്ടാവില്ലേ, ഇപ്പോൾ വീക്കെൻഡ്സിൽ നമ്മൾ വിചാരിക്കുമോ ഈ 5 ദിവസം ഞാൻ പ്രോപ്പറായിട്ട് ഉറങ്ങിയല്ലോ, പ്രോപ്പറായിട്ട് എണീറ്റല്ലോ, കറക്റ്റായിട്ട് പോയല്ലോ, വീക്കെൻഡാണ്, ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, എന്നാൽ പിന്നെ കുറച്ചും കൂടെ കിടന്നുറങ്ങിയേക്കാം, ആ ഒരു ശീലം മാറ്റി വയ്ക്കുക. നമ്മൾ എന്താണോ സ്റ്റാർട്ടിങ്ങിൽ ബെഡ് ടൈമും അതേപോലെ തന്നെ എണീക്കേണ്ട ടൈമും സെറ്റ് ചെയ്തേക്കുന്ന ആ സമയത്ത് തന്നെ എല്ലാ ദിവസവും എണീക്കാനും കിടക്കാനും ശ്രമിക്കുക. ഈ ഒരു കാര്യം നമുക്ക് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് പറ്റണമെന്നൊന്നുമില്ല, ഗ്രാജുവലി ചേഞ്ചിലേക്ക് എത്തിയാൽ മതി. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്, സ്ലീപ്പ് അറ്റ് ദ സെയിം ടൈം എവ്രി ഡേ. ഈ ഒരു കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ കോൺഷ്യസ്ലി തന്നെ നമ്മൾ ചെയ്തു തുടങ്ങുകയാണെങ്കിൽ നമുക്ക് പതിയെ റിസൾട്ടിലേക്ക് എത്താൻ പറ്റും. ദെൻ ദ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ 50 to 30 minutes ബെഡ് ടൈം ഏർലിയർ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഞാനൊക്കെ നേരത്തെ കിടന്നുകൊണ്ടിരുന്ന സമയം എന്ന് പറഞ്ഞാൽ 12-12:30 ആ ഒരു ടൈമൊക്കെ പോവായിരുന്നു. അപ്പോൾ ഈ ഒരു ടൈമിനെ നമുക്ക് പെട്ടെന്ന് നോക്കി, ഞാൻ ഇന്നോട്ട് 10 മണിക്കല്ലേ 10:30 കിടന്നുറങ്ങാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് പോയാൽ നമുക്ക് അങ്ങനെ ഉറക്കം വരണമെന്നൊന്നുമില്ല. കാര്യം നമ്മളിപ്പം കുറച്ച് നാളുകളായിട്ട് ശീലിച്ച് വന്നതെന്ന് പറയുന്നത് ഈ ഒരു എന്താ പറയുക, ഈ ഒരു സമയത്താണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ ഒരു ശീലമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് കുറച്ച് കൊണ്ടുവരിക. ഇപ്പോൾ 12 മണിക്ക് കിടക്കുന്ന ഒരാളെ സംബന്ധിച്ച് അടുത്ത ദിവസം 11:30 ഉറങ്ങാൻ നോക്കുക. അല്ലെങ്കിൽ അതിലൊരു കുറച്ച് അങ്ങനെ ചെറിയ 10 മിനിറ്റ് നേരത്തെ അങ്ങനെയൊക്കെ വെച്ചിട്ട് ഉറങ്ങാൻ നോക്കുക. അപ്പം പെട്ടെന്നൊരു ചേഞ്ചിന് പകരം നമുക്ക് ഈ ഗ്രാജുവൽ ചേഞ്ച് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പം മേക്ക് ദാറ്റ് സ്മോൾ ചേഞ്ചസ് എവ്രി ഡേ. ഈ ഒരു ചേഞ്ച് നമുക്ക് ഗ്രാജുവലി നമ്മളെ ആ ഒരു ഹാബിറ്റിലേക്ക് എത്തിക്കും. ഓക്കെ, ദെൻ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് അവോയ്ഡ് യുവർ ഫോൺ. ഓക്കെ, ബെഡ് ടൈമിൻ്റെ സമയത്ത് 30 to 60 minutes മുന്നേ തന്നെ ഫോൺ നമ്മൾ സ്ക്രോളിങ് നിർത്തണം എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെയാണ് വേക്കപ്പിൻ്റെ ടൈമിലും മോർണിംഗ് സ്ക്രോളിങ് ആ ഒരു പ്രോസസ്സേ നിർത്തുക.
ഓക്കെ, ഈ ഫോൺ സ്ക്രോളിങ് നിർത്തുക എന്ന് പറയുന്നതിൻ്റെ കാര്യം, ആ ഒരു സമയം നമ്മൾ ഫുള്ളി റിലാക്സ്ഡ് ആണ്, നമ്മൾ കിടക്കാൻ പോവാണ്. സോ ആ ഒരു ടൈമിൽ നമ്മുടെ മൈൻഡിലേക്ക് ഈ പറഞ്ഞ പോലെ റിയാക്ഷൻസും എന്താ പറയുക, കൂടുതൽ ആൾക്കാരും റീൽസ് ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ റിയാക്ഷൻ വീഡിയോസ്, റോസ്റ്റിംഗ് വീഡിയോസ്, ഇങ്ങനത്തെ കുറേ നെഗറ്റീവ് കാര്യങ്ങൾ, കുറേ അൺവാണ്ടഡ് ചിന്തകൾ, ഇതൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ കിടക്കാൻ പോവുക. സോ അതെല്ലാം പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്തിട്ട്, ഇപ്പോൾ ജേർണലിങ് ചെയ്യുന്നവരാണെങ്കിൽ ജേർണലിങ് നോക്കുക, റീഡ് ചെയ്യുക, അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ പതിയെ കിടക്കാൻ നോക്കുക. ഓക്കെ, ഈ ഒരു ഫോണിൻ്റെ ആ ഒരു കാര്യമേ മൊത്തത്തിൽ വിടുക. ദെൻ 4th പോയിന്റ് എന്ന് പറയുന്നത് ക്രിയേറ്റ് എ മോർണിംഗ് റുട്ടീൻ. മോർണിംഗ് റുട്ടീനെ കുറിച്ച് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് മോർണിംഗ് റുട്ടീൻ അവനവൻ്റെ രീതിക്ക് നമുക്ക് ചെയ്യാം. ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാം, റീഡ് ചെയ്യേണ്ടവർക്ക് ബുക്സ് വായിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം, മോർണിംഗ് ജേർണലിങ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. എഴുന്നേറ്റ ഉടനെ തന്നെ ബ്രഷ് ചെയ്ത് ഒന്ന് വാമപ്പ് ചെയ്ത് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വാക്കൊക്കെ നടത്തി, അങ്ങനെ നമ്മുടെ മോർണിംഗ് ആ റഷ് ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി ഒരു സ്ലോ പേസ് മോർണിംഗ് ആക്കാൻ, ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, അല്ലെ വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ. അപ്പോൾ പല രീതിയിൽ നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിൽ ഒരു മോർണിംഗ് റുട്ടീൻ ക്രിയേറ്റ് ചെയ്യുക. ഒരിക്കലും വേറൊരാളുടെ മോർണിംഗ് റുട്ടീൻ നമ്മുടെ ആവണം എന്നില്ല. ഓക്കെ, അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഒരുപാട് മോർണിംഗ് റുട്ടീൻ വീഡിയോസൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ നിങ്ങൾക്കത് കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നിങ്ങളുടെ മോർണിംഗ് റുട്ടീൻ എന്താണെന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഓക്കെ, അത് വേറൊരാളുടെ വെച്ചിട്ട് നമുക്ക് കോപ്പി അടിക്കാൻ പറ്റത്തേയില്ല. അങ്ങനെ ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദെൻ 5th പോയിന്റ് വന്നിട്ട് ഡോണ്ട് ഹിറ്റ് ദ സ്നൂസ് ബട്ടൺ. നമ്മളെല്ലാവരും സ്ഥിരം ചെയ്യുന്നൊരു പരിപാടിയാണ്. അലാറം വയ്ക്കും, പിന്നെ അത് അടിക്കുമ്പോഴത്തേനും സ്നൂസ് ചെയ്യും, കുറച്ചും കൂടെ അടിക്കുമ്പോഴത്തേനും സ്നൂസ് ചെയ്യും. ഈ ഒരു പരിപാടിയാണ് ഈവൻ ഞാനും തുടക്ക സമയത്ത് ഒരുപാട് തവണ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഇത് എങ്ങനെ മാറ്റാമെന്നുള്ളതിനൊരു ചെറിയൊരു ട്രിക്ക് പറഞ്ഞുതരാം. നിങ്ങൾ അലാറം വെച്ചിട്ട് നിങ്ങളുടെ ഫോൺ ബെഡിൻ്റെ അടുത്ത് വെക്കരുത്. കുറച്ച് ദൂരം മാറ്റി റൂമിലെ ടേബിളല്ലോ, അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഇപ്പം ഹാളിൽ, ഇപ്പം വീട്ടിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ അടുത്ത് മാറ്റി വയ്ക്കുക. ഹാളെന്ന് ഞാൻ പറയുന്നില്ല, കാര്യം അതെങ്ങനെയാണ് ഓരോരുത്തരുടെ ഇതെന്നറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ബെഡിൽ വെക്കാണ്ട്, അല്ല ബെഡിൻ്റെ നിയർ ബൈ ടേബിളിൽ വെക്കാണ്ട് കുറച്ച് ദൂരം മാറ്റി വയ്ക്കുക. നോർമലി എന്താ ചെയ്യുക, ഫോൺ അടിക്കുമ്പോഴത്തേനും നമുക്ക് എഴുന്നേൽക്കണം. എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മുടെ ഉറക്കം പോകും. സോ സ്നൂസ് ചെയ്യാണ്ട് തന്നെ നമുക്ക് ആ ഒരു കാര്യത്തെ നമുക്ക് അങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സ്നൂസിങ് എന്നുള്ള ആ പരിപാടി അവിടെ നിൽക്കുകയാണ്. ഓൾറെഡി 8 പോയപ്പം ഈവൻ ഓഫ് ചെയ്യാൻ പോയതായിരിക്കാം, പക്ഷേ എണീച്ചപ്പോൾ നമ്മുടെ ഉറക്കം പോയി. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളും നമുക്ക് രാവിലെ തന്നെ ചെയ്തു തുടങ്ങാൻ പറ്റും. ഓക്കെ, ഈ ഒരു കാര്യം കൂടെ മൈൻഡിൽ വെക്കുക. അപ്പോൾ സ്നൂസ് ചെയ്യുക എന്നുള്ള പരിപാടി ഉണ്ടെങ്കിൽ അതും കൂടെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. 6th പോയിന്റ് വന്നിട്ട് അവോയ്ഡ് കഫൈൻ ഇൻടേക്ക് അറ്റ് നൈറ്റ്. കഫൈൻ ഇൻടേക്ക് പറയുമ്പം കോഫി, ടീ, സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്തെങ്കിലും ഈവനിങ് ടൈമിൽ മാക്സിമം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. ഓക്കെ, പ്രത്യേകിച്ച് കട്ടനൊക്കെ ഇല്ലേ, കഫൈൻ ഇൻടേക്ക് മാക്സിമം കുറയ്ക്കുക. അത് നമ്മുടെ സ്ലീപ്പിനെ അഫക്റ്റ് ചെയ്യും. അപ്പം അതൊരു പ്രശ്നമായിട്ട് നമുക്ക് ഓൾറെഡി പല കാര്യങ്ങൾ ആലോചിച്ച് പല രീതിയിൽ ചിന്തിച്ചൊക്കെ ആയിരിക്കും ഓരോരുത്തർ കിടക്കുന്നുണ്ടാവുക. എല്ലാവർക്കും ഒരു പീസ്ഫുൾ സ്ലീപ്പ് കിട്ടണം എന്നൊന്നുമില്ല. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്ത് പതിയെ പതിയെ നമുക്ക് ആ ഒരു ഹാബിറ്റിലേക്ക് എത്താൻ പറ്റും. അതിന് നമ്മളും കൂടെ ശ്രമിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ദെൻ 7th പോയിന്റ് എന്ന് പറയുന്നത് ഗീവ് യുവർ സെൽഫ് എ റീസൺ ടു വേക്കപ്പ്. അതാണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞതിന് കാരണം എന്ന് പറഞ്ഞാൽ, നമുക്ക് എണീക്കാനൊരു കാരണം വേണം. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ സ്കൂളിൽ നിന്നൊക്കെ ടൂർ പോകുന്ന സമയത്ത് മിക്കവർക്കും ഉള്ളൊരു ശീലമാണ്, ടൂർ പോകുന്ന സമയത്ത് നമ്മൾ ആരും വിളിക്കേണ്ട. അന്ന് ദിവസം 5-5:30 അവിടെ റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ 4 അല്ലെ 3 എണീക്കും. ചിലർക്കാണെങ്കിൽ ഉറക്കവേ ഇല്ല. അതെന്തുകൊണ്ടാണ്? നമ്മുടെ മനസ്സിലുണ്ട് നാളെ ടൂർ പോവുകയാണ് സ്കൂളിൽ നിന്ന്. അപ്പം ഈ ഒരു തോട്ട്, അത് ആ ഒരു റീസൺ ഉള്ളത് കൊണ്ടാണ് നമ്മൾ രാവിലെ എണീക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പം എനിക്കാണെങ്കിൽ ഇപ്പം ഫാമിലി ട്രിപ്പൊക്കെ ആണെങ്കിൽ പോലും എനിക്കത് ഭയങ്കര സ്പെഷ്യലാണ്. എല്ലാവർക്കും അങ്ങനെയായിരിക്കും. ഇപ്പം അമ്പലത്തിലൊക്കെ രാവിലെ പോകണം അങ്ങനെയൊക്കെ പറഞ്ഞാലും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. സോ രാവിലെ തന്നെ അതിന് വേണ്ടിയിട്ട് എണീക്കുക, അതിന് വേണ്ടിയിട്ട് കുളിച്ചൊരുങ്ങി റെഡിയാവുക, ഈ പരിപാടികളൊക്കെ ഇഷ്ടമായതുകൊണ്ട് തന്നെ തലേന്നെ മനസ്സിനെ പറഞ്ഞ് പ്രിപ്പയർ ചെയ്യും. ഓക്കെ, രാവിലെ എഴുന്നേൽക്കണം, രാവിലെ ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം അവിടെ ഒരു റീസൺ ഉള്ളത് കൊണ്ടാണ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത്. ഓക്കെ, നമ്മുടെ ലൈഫിൽ ആ ഒരു റീസൺ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എഴുന്നേൽക്കാൻ ഒരു കാരണവുമില്ല, വെറുതെ രാവിലെ എണീക്കുക, പണിക്ക് പോവുക, തിരിച്ചു വരിക, ഈ ഒരു പ്രോസസ്സാണെങ്കിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവാൻ പോകണില്ല. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ രാവിലെ ഇരുന്നിട്ട് ജിമ്മിൽ പോകുന്നവരാണെങ്കിൽ
ഓക്കെ ജിമ്മിൽ പോകണം എന്നുള്ളത് കൊണ്ട് രാവിലെ എഴുന്നേൽക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ഇപ്പം മെഡിറ്റേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് രാവിലത്തെ റഷ് ഒഴിവാക്കണം, അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരാണെങ്കിൽ ഓക്കെ, അതിനൊരു കാരണം വേണം. സോ ആ കാരണം നിങ്ങൾ തന്നെ കണ്ടെത്തുക. ഇത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു പോവുക. ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഹാർഡ് വർക്കും ചെറിയൊരു കൺസിസ്റ്റൻസിയും അതിനോടുള്ളൊരു ഡെഡിക്കേഷനും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ, ഈ പറഞ്ഞ ഏത് സ്റ്റെപ്പും കൂടെ അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്കും ഒരു മോർണിംഗ് പേഴ്സൺ ആവാൻ പറ്റും. പെട്ടെന്നൊരു ചേഞ്ച് എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല, പക്ഷേ ഗ്രാജുവലി നിങ്ങൾക്ക് ആ ചേഞ്ച് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തോന്നുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും മറക്കണ്ട. ഇതുപോലെ മോർണിംഗ് പേഴ്സൺ ആവാൻ ബുദ്ധിമുട്ടുന്ന നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.